നമസ്കാരം. ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോ ആന്റണിയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 5 ദിവസം അന്വേഷണത്തിനായി പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി മാത്രമാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. തെളിവെടുപ്പിനായി കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2 ദിവസം മാത്രമാണ് പക്ഷേ കോടതി അനുവദിച്ചത്. ഫെബ്രുവരി 20 രാവിലെ 10 മണിക്ക് പ്രതിയെ ഹാജരാക്കണം. പ്രതി റിജോ ആന്റണിയെ ഒറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചത് എന്നതാണ് ഇതുവരെ പോലീസ് നിഗമനം. പക്ഷേ അതിനേക്കാളും അപ്പുറത്ത് ഒരു പുറത്തുനിന്ന് ഒരാൾ കൂടി റിജോയെ സഹായിക്കാനുള്ള സാധ്യതയൊന്നും പോലീസ് ഈ അവസരത്തിൽ തള്ളുന്നില്ല. ഇക്കാര്യങ്ങളൊക്കെ അടക്കം മുൻനിർത്തിയുള്ള തുടരന്വേഷണമായിരിക്കും ഇനി ഈ കേസിൽ നടക്കാൻ പോകുന്നത്. കവർച്ച നടത്തുന്നതിനോ അതിനുശേഷമോ ഇയാൾക്ക്, അതായത് റിജോയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നത് ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടത്. മോഷണ സമയം പ്രതി ഉപയോഗിച്ച ബാക്കി വസ്ത്രങ്ങളുമൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. പിടിയിലായ റിജോയുടെ വീട്ടിൽ തിങ്കളാഴ്ച പുലർച്ചെ പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച 15 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷവും കണ്ടെടുത്തിരുന്നു. ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബന്ദിയാക്കാൻ ഉപയോഗിച്ച കത്തിയും മോഷണ സമയത്ത് റിജോ ധരിച്ചിരുന്ന വസ്ത്രവും ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റിജോയെ സംഭവം നടന്ന ബാങ്കിൽ എത്തിച്ചിട്ടും തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു. പ്രതി മോഷണശേഷം ബൈക്കിൽ സഞ്ചരിച്ച വഴികളിലൂടെയും പ്രതി ധരിച്ചിരുന്ന മാസ്കും കയ്യുറയും കത്തിച്ചു കളഞ്ഞ സ്ഥലത്തും ഉൾപ്പെടെ എത്തിച്ച് ഇനി തെളിവെടുപ്പ് നടത്താനുണ്ട്. മോഷണത്തിന് പ്രതി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറിന്റെ നമ്പറുകൾ വ്യാജമാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ നമ്പർ പ്ലേറ്റ് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നതാണ് പ്രതിയുടെ മൊഴി. നമ്പർ പ്ലേറ്റ് കേസിൽ കണ്ടെടുക്കേണ്ടത് നിർണായകവുമാണ്. പ്രതി റിജോ ആന്റണിയുമായി രാവിലെ 11:30 അന്നനാടുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചാണ് പോലീസ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. കടം വീട്ടാനായി പ്രതി നൽകിയ 3 ലക്ഷത്തോളം രൂപ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കവർച്ച നടന്ന പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ എത്തിച്ചിട്ടും തെളിവെടുപ്പൊക്കെ നടത്തി. കവർച്ച നടത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു. കവർച്ചയ്ക്ക് ശേഷം പലതവണ വേഷം മാറി സഞ്ചരിച്ച പ്രതിയെ കണ്ടെത്തുന്നതിൽ നിർണായക വഴിത്തിരിവായത് ഷൂസിന്റെ നിറവും ഹെൽമറ്റുമാണ്. ചാലക്കുടിക്കടുത്ത് പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു കവർച്ച. കറുത്ത ഹെൽമറ്റും ജാക്കറ്റും കയ്യുറകളും ധരിച്ചായിരുന്നു മോഷണം. 2 മുതൽ 2:30 വരെയാണ് ബാങ്കിന്റെ ഉച്ചഭക്ഷണ ഇടവേള. കൃത്യം 2:12 മോഷ്ടാവ് ബാങ്കിനുള്ളിൽ പ്രവേശിച്ചത്. ബാങ്കിന് മുന്നിൽ നിർത്തിയിട്ട കാറിന് പിന്നിലായി സ്കൂട്ടർ നിർത്തിയാണ് ഇയാൾ ഉള്ളിലേക്ക് കയറിയത്. 7 ജീവനക്കാരുള്ള ബാങ്കിൽ സുരക്ഷാ ജീവനക്കാരനില്ലായിരുന്നു. ഒരാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. മറ്റു 4 പേർ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയുമായിരുന്നു. മാനേജറും മറ്റൊരു ജീവനക്കാരനുമാണ് പ്രധാന ഹാളിൽ ഉണ്ടായിരുന്നത്. ഇരുവരെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഡൈനിങ് റൂമിലാക്കി. ഈ മുറി പുറമേ നിന്ന് കുറ്റിയിട്ട ശേഷം ക്യാഷ് കൗണ്ടറിന്റെ ചില്ല് തകർത്താണ് പണം കൈക്കലാക്കിയത്. മോഷണത്തിനു ശേഷം ഇട റോഡുകളിലൂടെയും റോഡ് മാറിയുമെല്ലാം സഞ്ചരിച്ച് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ പ്രതി ശ്രമിച്ചിരുന്നു. എന്നാൽ പ്രതിബന്ധങ്ങളെല്ലാം തട്ടിമാറ്റി പ്രതിയിലേക്ക് എത്താനായത് പോലീസിന് വലിയ നേട്ടവുമായി. ഭാര്യയെ പേടിച്ചാണ് റിജോ പണം മോഷ്ടിക്കാൻ ഇറങ്ങിയത്. പക്ഷേ ആ ചെയ്ത്തിൽ ആകെ പെട്ടുപോയത് ഈ പറയുന്ന ഭാര്യയും മക്കളും തന്നെയാണ്. അച്ഛൻ ചെയ്ത പ്രവൃത്തി കാരണം സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് ആ കുടുംബം. വീട്ടിലേക്ക് പോലീസ് എത്തിയതും ചുറ്റും നടക്കുന്ന ബഹളങ്ങളും എല്ലാമായി ആകെ തകർന്നിരിക്കുന്നു റിജോയുടെ കുട്ടികൾ. കുവൈത്തിൽ നഴ്സായ ഭാര്യയും ആകെ തകർന്ന അവസ്ഥയിലാണ്. എല്ലാം റിജോയുടെ കുരുട്ടുബുദ്ധി വരുത്തി വെച്ചതാണ്. പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതി അയൽവാസിയായ റിജോ ആന്റണിയാണെന്ന് അറിഞ്ഞതിന്റെ ഞെട്ടലിലായിരുന്നു നാട്ടുകാരും. കോവിഡ് കാലത്ത് ഗൾഫിൽ ജോലിക്ക് പോയി നാട്ടിൽ തിരിച്ചെത്തിയതാണ് റിജോ ആന്റണി. ജോലി പോയെന്ന് വെച്ച് ആർഭാടത്തിന് ഒട്ടും കുറവ് വരുത്തിയില്ല റിജോ. സുഹൃത്തുക്കളുമൊക്കെയായി സ്ഥിരം മദ്യപാന പരിപാടികളാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കമ്പനി കൂടുതലായിരുന്നു. ഗൾഫിൽ നഴ്സായ ഭാര്യയുടെ ചെലവിലായിരുന്നു ഈ ആഘോഷങ്ങൾ അത്രയും. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇതൊക്കെ അറിയാം. പക്ഷേ കുവൈത്തിലുള്ള ഭാര്യ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. ഭാര്യ അയക്കുന്ന പണത്തിന്റെ 4 ഇരട്ടിയെങ്കിലും കടമെടുത്തും ചെലവാക്കി റിജോ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ കടം കൊടുക്കുന്നതും റിജോയെ കണ്ടിട്ടല്ല, കുടുംബത്തിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന ഭാര്യയെ കണ്ടാണ്. ഗൾഫിൽ നിന്ന് അവർ മുടങ്ങാതെ പണം അയക്കുന്നതിന്റെ ധൈര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നാട്ടിലെത്തുമ്പോൾ ഈ കടമെല്ലാം വീട്ടുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്. വരുന്ന ഏപ്രിലിൽ അവർ അവധിക്ക് എത്താനിരിക്കെ അതിനു മുൻപ് ഈ വരുത്തിവെച്ച കടമെല്ലാം തീർക്കാൻ വേണ്ടിയാണ് റിജോ ഈ കുരുട്ടുബുദ്ധി ഒപ്പിച്ചത്. ഏതാണ്ട് 49 ലക്ഷം രൂപ കടമുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിനോട് റിജോ പറഞ്ഞിരിക്കുന്നത്. നന്ദി.